2019 52ലേക്ക് കൂപ്പുകുത്തിയ ശേഷം 100-നടുത്ത സീറ്റുകളുമായി രാജകീയ തിരിച്ചുവരവ്. രാജ്യം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ നയിച്ച കോൺഗ്രസ് തെളിഞ്ഞപ്പോൾ യഥാർത്ഥ തിളക്കം കോൺഗ്രസിനോ അതോ മുന്നണിക്ക് കരുത്തായ ഘടക കക്ഷികൾക്കോ? 21 പാർട്ടികളുടെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന ശേഷം വിട്ടുപോയ നിതീഷ് കുമാറിന്റെ JDU അടക്കമുള്ളവർ മാറിയ ശേഷം അവശേഷിച്ചവർ ചേർന്നൊരുക്കിയ ത്രില്ലറാണ് രാജ്യം കണ്ടത്. രാജ്യഭരണത്തിൽ ഏറ്റവും കൂടുതൽ എംപിമാരെ സമ്മാനിക്കുന്ന ഉത്തർപ്രദേശിൽ BJPയുടെ അടിവേരിളക്കിയ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി, കൂടുതൽ എംപിമാരെ സമ്മാനിക്കുന്നതിൽ രണ്ടാമതുള്ള മഹാരാഷ്ട്രയിൽ കൂറുമാറിയവരെ വകഞ്ഞു മാറ്റി കുതിച്ച ഉദ്ധവ് പക്ഷം ശിവസേനയും ശരത് പവാർ പക്ഷം NCPയും, കൂടുതൽ എംപിമാരെ സമ്മാനിക്കുന്നതിൽ മൂന്നാമതുള്ള ബംഗാളിൽ പരസ്പരം പോരടിച്ചെങ്കിലും BJPയുടെ സകല പ്രതീക്ഷകളും തച്ചുടച്ച മമതയുടെ തൃണമൂൽ കോൺഗ്രസ്, ഇന്ത്യ മുന്നണി തൂത്തുവാരിയ തമിഴ്നാട്ടിൽ കരുത്തരായ DMK. UPയിൽ നിന്നും തുടങ്ങാം. ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമായ വോട്ടൊഴുക്കുമെന്ന് BJP ഉറച്ചു വിശ്വസിച്ച രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യ മണ്ഡലത്തിൽ മുന്നേറിയത് സമാജ്വാദി പാർട്ടി. വാരണാസിയിൽ സാക്ഷാൽ നരേന്ദ്രമോദിയും വിറച്ചു. തുടക്കത്തിൽ പിന്നിൽ പോകുന്ന കാഴ്ചയുണ്ടായി. അമേഠിയിൽ സ്മൃതി ഇറാനി വീണു. എല്ലാത്തിനും കാരണമായത് അഖിലേഷ് യാദവിന്റെ SP കൊടുങ്കാറ്റ്. 62 സീറ്റുകളിൽ മത്സരിച്ച സമാജ്വാദി പാർട്ടി 38 സീറ്റുകളിൽ മുന്നേറി. ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി 44 മണ്ഡലങ്ങളിൽ വരെ മുന്നേറി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് അഴിമതിക്കെതിരെ പൊരുതണമെന്ന് 2014 പറഞ്ഞ് അധികാരത്തിലെത്തിയ മോദിയും BJPയും വർഗീയതയുടെ മൂർച്ച കൂട്ടിയത് ജനത്തിന് മടുത്തുവെന്നതിൻ്റെ സൂചനയായി വിലയിരുത്താം UPയിലെ തകർച്ച. CAA പ്രക്ഷോഭത്തിനെതിരെ യോഗി സർക്കാർ കടുത്ത നടപടികളെടുത്ത മുസാഫർ നഗറിലടക്കം BJPയുടെ വേരറുത്ത SP പിടിച്ചെടുത്തത് 10-ലേറെ മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ BJPയുടെ 62 സീറ്റുകളടക്കം NDA 64 സീറ്റുകൾ നേടിയ UPയിലെ ഈ തകർച്ച BJPയെ ഇരുത്തി ചിന്തിപ്പിക്കും. 5-ൽ നിന്ന് SPയും 1-ൽ നിന്ന് കോൺഗ്രസും കൈകോർത്ത് നേടിയ ജയമാണ് UPയിലേത്. BJPയുടെ കുതിപ്പ് പിടിച്ചു നിർത്തിയതിൽ തൃണമൂൽ കോൺഗ്രസിനോട് ഇന്ത്യ മുന്നണി കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് വിരുദ്ധമായി മുഴുവൻ സീറ്റിലും മത്സരിച്ച മമതാ ബാനർജി വോട്ട് ഭിന്നിപ്പിലൂടെ BJPയുടെ വഴി സുഗമമാക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്താണ് ഇരു മുന്നണികളെയും അമ്പരപ്പിച്ചുള്ള തേരോട്ടം നടത്തിയത്. ആകെയുള്ള 42-ൽ 27 വരെ BJP നേടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ സാക്ഷിയാക്കി തൃണമൂൽ കോൺഗ്രസ് കുതിച്ചത് 32 സീറ്റുകളിൽ, കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് 11 അധികം. 2019-ൽ BJP തൂത്തുവാരിയ വടക്കൻ ബംഗാളിലെ 8 സീറ്റുകളിൽ 2 പിടിച്ചെടുത്ത TMC തങ്ങളുടെ കോട്ടയായ തെക്കൻ ബംഗാളിലും പിടിമുറുക്കി. തെക്കുകിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, ഗ്രേറ്റർ കൊൽക്കത്ത മേഖലകളിൽ BJPക്ക് നഷ്ടമായത് 9 സീറ്റുകളാണ്. BJP ആളിക്കത്തിച്ച സന്ദേശ് ഖാലി ഉൾപ്പെട്ട ബാസിർഘട്ടിലും തൃണമൂൽ തളർന്നില്ല. ഉത്തര ബംഗാളിൽ 5-ഉം തെക്കൻ ബംഗാളിൽ 3 മണ്ഡലങ്ങൾ നിലനിർത്തിയ BJP താംലൂക്ക് മണ്ഡലം മാത്രമാണ് ഇക്കുറി അധികമായി നേടിയത്. കൃഷ്ണനഗറിലെ മഹുവ മൈത്രയുടെ വിജയം BJPക്കുള്ള അധിക പ്രഹരമായി. TMCയുടെ തേരോട്ടത്തിൽ ഇതിനിടെ കോൺഗ്രസിന്റെ നേതാവ് അധീർ രഞ്ജൻ ചൗധരിയും CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും വീണു. വടക്കൻ സംസ്ഥാനങ്ങളിലെ നഷ്ടം തെക്ക് നികത്താമെന്ന് കരുതിയ BJPയെ നിലം തൊടിയിക്കാതെ നാടുകടത്തി തമിഴ്നാട്ടിലെ ഇന്ത്യ സഖ്യം. 22 സീറ്റിൽ മത്സരിച്ച ഭരണകക്ഷിയായ DMK 21-ൽ ജയിച്ചു. 12-ഇടത്ത് കോൺഗ്രസ്. സഖ്യത്തിന്റെ ഭാഗമായ CPI 2-ഇടത്തും CPM-ഉം MDMKയും മുസ്ലിം ലീഗും ഓരോ മണ്ഡലത്തിലും ജയിച്ചു. 2-ഇടത്ത് മത്സരിച്ച വിടുതലൈ ചിരുതൈകൾ കക്ഷിയും 2-ഇടത്തും മുന്നേറി. കച്ചൈ തീവ് വിഷയമടക്കം ചൂണ്ടിക്കാട്ടി തമിഴ് ജനതയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ച മോദി, അത്തരം വിവാദങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിച്ച സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ, ഇവർക്കുള്ള ഉറച്ച മറുപടിയായി ഇന്ത്യ സഖ്യത്തിന്റെ കുതിപ്പ്. ശിവസേനയെയും NCPയെയും പിളർത്തി മഹാരാഷ്ട്ര പിടിച്ച BJPയെ കാത്തിരുന്നത് അത് ശാശ്വതമല്ലെന്ന തിരിച്ചറിവാണ്. ഉദ്ധവ് പക്ഷ സേനയെയും ശരത് പവാർ പക്ഷ NCPയെയും കൂടെ കൂട്ടി കോൺഗ്രസ് നേടിയത് മിന്നും വിജയം. ഉദ്ധവ് സേന നേടിയത് 9, പവാർ പക്ഷം നേടിയത് 7. സേനകൾ പരസ്പരം പോരടിച്ച ഇടങ്ങളിൽ കൂടുതലും നേടിയത് ഉദ്ധവ് പക്ഷം. ഷിൻഡെ പക്ഷം 6-ൽ ഒതുങ്ങി. അജിത് പക്ഷം NCP 1-ൽ മാത്രം. ഉദ്ധവിനും ശരത് പവാറിനും ഇത് മധുരതരമായ പകരം വീട്ടിലാണ്. 11 സീറ്റ് നേടിയ കോൺഗ്രസ് കൂടി ചേരുമ്പോൾ ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ കുതിച്ചത് 30ഓളം സീറ്റുകളിൽ. കഴിഞ്ഞ തവണ 48-ൽ 41 നേടിയ NDAക്ക് ഇത്തവണ നേർപകുതിയിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. അതേസമയം ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച നേട്ടം നൽകാൻ ആം ആദ്മി പാർട്ടിക്കും രാഷ്ട്രീയ ജനതാദളിനും ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും ആയില്ല. ഡൽഹിയിൽ BJP കുതിപ്പിന് തടയിടാൻ കഴിയാതിരുന്ന ആപ്പിന് സഖ്യത്തിൽ നിന്ന് മാറി തനിച്ച് മത്സരിച്ച പഞ്ചാബിലും മുന്നിലെത്താനായില്ല. അവർ 3 സീറ്റിൽ ഒതുങ്ങി. അതേസമയം പഞ്ചാബിൽ കോൺഗ്രസ് 7 സീറ്റിൽ മുന്നേറി ശക്തി തെളിയിച്ചു. 1 സീറ്റ് നേടിയ ശിരോമണി അകാലിദൾ കൂടി ഭാവിയിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നേക്കാം. ഇന്ത്യ മുന്നണിക്ക് കനത്ത പ്രഹരമേറ്റ ബീഹാറിൽ അതിന് കാരണമായത് ലാലുവിൻ്റെയും തേജസ്വി യാദവിൻ്റെയും RJDയുടെ മങ്ങലാണ്.
24 സീറ്റുകളിൽ മത്സരിച്ച RJDക്ക് 4 സീറ്റുകളിലെ മുന്നിലെത്താനായുള്ളൂ. വിവിധ സംസ്ഥാനങ്ങളിലെ 6 സീറ്റുകളിൽ മത്സരിച്ച CPM ആലത്തൂർ അടക്കം 4ഇടത്ത് ജയിച്ചു. CPI 2ഇടത്തും മുസ്ലിം ലീഗ് 3ഇടത്തും മുന്നേറി. 6ഇടത്ത് മത്സരിച്ച ജാർഖണ്ഡ് മുക്തി മോർച്ച 3ഉം 3ഇടത്ത് മത്സരിച്ച ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് 2ഉം സീറ്റ് നേടി. പക്ഷേ ഒമർ അബ്ദുള്ള തോറ്റത് നിരാശയായി. വോട്ടെണ്ണൽ പുരോഗമിക്കവേ ലീഡ് നില മാറി മറിയുന്നുണ്ട്. എന്നാൽ പ്രാദേശിക പാർട്ടികൾ നേടിയ മേൽക്കൈ ഇന്ത്യ മുന്നണിയെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. BJPക്ക് ബദലാകാൻ പ്രാദേശിക പാർട്ടികളോട് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത കോൺഗ്രസിനും നിർണായക പങ്കുണ്ട് ഘടകകക്ഷികളുടെ ഈ വിജയക്കുതിപ്പിൽ.